പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രസിയിലും കൈകടത്താൻ പോരുത്, ബ്യൂറോക്രസി പൊളിറ്റീഷ്യൻസിനും കൈകടത്താൻ പോരുത്. രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട്, സീനിയർ ലെവലിൽ ഇടപെട്ടിട്ട് ഇത് ചെയ്തു കൊടുക്കണം. മന്ത്രിയുടെ ഓഫീസിൻ്റെ PS എനിക്കറിയാം, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സിഗ്നൽ വെക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടലിൻ്റെ മുമ്പിലാണ്, അല്ല അത് വേണ്ട, അത് മാറ്റണം. ഭയങ്കരമായിട്ടുള്ള പ്രഷർ വന്നു. അവിടെ സിഗ്നൽ വെച്ചാൽ ഈ സിഗ്നലിൻ്റെ പ്രശ്നം കാരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുക. അപ്പോൾ ഞാൻ ഉത്തരം, എല്ലാത്തിലും കൈകടത്താൻ പോരുത്. പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രസിയിലും കൈകടത്താൻ പോരുത്, ബ്യൂറോക്രസി പൊളിറ്റീഷ്യൻസിനും കൈകടത്താൻ പോരുത്. അവരവരുടെ ജോലി ചെയ്യുക. ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ വരും, രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട്, സീനിയർ ലെവലിൽ ഇടപെട്ടിട്ട് ഇത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശകലം ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി വന്നപ്പോൾ PPP പ്രോജക്റ്റ് ആയത് കാരണം എനിക്ക് അൺബ്രിഡിൽഡ് പവറാണ്. സർക്കാരിന് പോലും ഇല്ലാത്ത പവർ എനിക്കുണ്ട്. ആ ലാൻഡിങ് തന്നു കഴിയുമ്പോൾ ആ റോഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്ക് അൺലിമിറ്റഡ് പവറാണ്. പക്ഷേ എൻ്റെ സ്ഥലത്ത് വേറെ ആളായിരുന്നെങ്കിൽ ഒരുപാട് ഫേവറിറ്റിസം ചെയ്യാൻ നല്ല ചാൻസായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തൊരു മുതിർന്ന മന്ത്രി എന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട്, മന്ത്രിയുടെ ഓഫീസിൻ്റെ PS എനിക്കറിയാം, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സിഗ്നൽ വെക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടലിൻ്റെ മുമ്പിലാണ്, അതിൻ്റെ പോള് വരുന്നത് അത് അദ്ദേഹത്തിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിലാണ്. ശരിക്കും എൻട്രൻസിൻ്റെ മുമ്പിലൊന്നുമല്ല, എൻട്രൻസിൻ്റെ ഒരു സൈഡിലാണ്. പക്ഷേ ഫുട്പാത്ത് 2 മീറ്റർ ഫുട്പാത്ത് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതൊരു തടസ്സമൊന്നുമല്ല. അതൊക്കെ വെക്കാൻ പാടില്ല, അത് അവിടെ സിഗ്നൽ വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ അവിടെ പെഡസ്ട്രിയൻ സിഗ്നലും വരുന്നുണ്ട്, പെഡസ്ട്രിയൻ ലൈൻ വരുന്നുണ്ട്. നേരെ അദ്ദേഹത്തിൻ്റെ കടയിലോട്ടാണ് കയറി ചെല്ലുന്നത്, ഹോട്ടലിലോട്ടാണ് കയറി ചെല്ലുന്നത്. അല്ല അത് വേണ്ട, അത് മാറ്റണം. ഭയങ്കരമായിട്ടുള്ള പ്രഷർ വന്നു. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മന്ത്രിയെടുത്ത് പറയൂ, എഴുതി തരാൻ പറയും. കാരണം അപ്പം പറഞ്ഞ് മന്ത്രി എഴുതി തരും. ഞാൻ പറഞ്ഞു, അങ്ങനെ എടുത്ത് ചാടരുത്, ഞാൻ എൻ്റെ ഭവിഷ്യത്തും കൂടെ പറയാം. മന്ത്രി എഴുതി തന്നു കഴിഞ്ഞാൽ നാളെ അവിടെ ഒരു കൊച്ചു കുട്ടി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്, അതിൻ്റെ കാതലായ പ്രശ്നം ഈ സിഗ്നൽ വെച്ച സ്ഥാനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ മന്ത്രി ആൻസർ ചെയ്യേണ്ടി വരും. കാരണം ഞാനത് അപ്പം ചോദിച്ചു, ഈ അവിടെ സിഗ്നൽ വെച്ചാൽ ഈ സിഗ്നലിൻ്റെ പ്രശ്നം കാരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയുക. അപ്പോൾ ഞാൻ ഉത്തരം പറയും, ഞാൻ റെസ്പോൺസിബിളാണ്. അപ്പോൾ അത് സ്പെസിഫിക്കേഷൻ പ്രകാരം, നിയമപ്രകാരം എവിടെയാണ് സിഗ്നൽ വെക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഇതുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല.